വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വേനൽ ചൂടിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമായി തണ്ണീർപ്പന്തൽ ഒരുക്കി നീറമ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ. നീറമ്പുഴ കനാലിന് സമീപമാണ് സ്കൂൾ ജീവനക്കാർ ചേർന്ന് സൗജന്യ തണ്ണീർപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. വേനൽ കടുത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമായി നീറമ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ തണ്ണീർപ്പന്തലൊരുക്കി. നീറമ്പുഴ കനാലിന് സമീപമാണ് സ്കൂൾ ജീവനക്കാർ ചേർന്ന് സൗജന്യ തണ്ണീർപ്പന്തലൊരുക്കിയത്. വാർഡ് മെമ്പർ ഡെയ്സി മാത്യൂസ് തണ്ണീർപ്പന്തലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് സീനിയർ ഡാനിയലിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ എല്ലാ അധ്യാപകരും ചേർന്ന് സംഭാരം, പച്ചമാങ്ങ, ഇഞ്ചി, ഉള്ളി ചേർത്ത ജ്യൂസ് എന്നിവയാണ് നൽകിയത്. അധ്യാപകർ തന്നെയാണ് തണ്ണീർപ്പന്തലിനാവശ്യമായ ചെലവുകൾ വഹിച്ചത്. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സ്കൂളിന്റെ നേതൃത്വത്തിലുള്ള തണ്ണീർപ്പന്തൽ ഒരുക്കിയത്. കത്തുന്ന വെയിലിൽ യാത്ര ചെയ്ത് 100ഓളം യാത്രക്കാർക്കാണ് തണ്ണീർപ്പന്തൽ ആശ്വാസമായത്. വരും ദിവസങ്ങളിലും അധ്യാപകർ വേനൽ ചൂടിന് ആശ്വാസമായി തണ്ണീർപ്പന്തലൊരുക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.